ഈ സാധാരണമായ കാര്യങ്ങൾ ഇദ്ദേഹത്തിന് അറിയില്ല. ഞാൻ കാണുന്ന കാലത്ത് സുരേഷ് ഗോപി വലിയ സൂപ്പർ താരമാണ്. ഞാൻ കാണുന്ന കാലത്ത്, ഹർഷൻ കാണുന്ന കാലത്ത് രാഷ്ട്രീയമായിട്ട് അഭിപ്രായം പറയുന്ന ആൾ ആ കാലത്ത് അദ്ദേഹം കരുണാകരൻ്റെ ആളായിരുന്നു. ഓർമ്മയുണ്ടോ? കെ കരുണാകരൻ്റെ ആളായിരുന്നു കോൺഗ്രസ്. അദ്ദേഹം കരുണാകരനെ പറ്റി ഇങ്ങനെ പുകഴ്ത്തി പറയുമായിരുന്നു. ഞാൻ പിന്നീട് കാണുമ്പോൾ ഇദ്ദേഹം വി എസിൻ്റെ അല്ല, ഇ പി ജയരാജൻ്റെ ആളായിരുന്നു. ഞാൻ കണ്ണൂർ കാണുമ്പോൾ ഇ പി ജയരാജൻ്റെ ആളാ, വി എസിൻ്റെ ആളെങ്കിൽ വി എസിൻ്റെ ആൾ, അതിനുശേഷം ഇ പി ജയരാജൻ്റെ ആളായിരുന്നു. അപ്പോൾ ഇ പി ജയരാജൻ ഇങ്ങനെ വാദോടെ പറയും. ഇപ്പോൾ ബി ജെ പിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ബി ജെ പിയുടെ രാഷ്ട്രീയം നന്നായിട്ട് ഇദ്ദേഹത്തിന് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്കിടയിൽ ഇടപെടുന്ന പരിപാടിയാണ്. ഇപ്പോൾ ആ കൊച്ചുവേലായുധൻ അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹത്തിനുള്ള ധാരണ പോലും മനുഷ്യത്വത്തെ പറ്റിയോ ഇത്തരം സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയോ ഈ സുരേഷ് ഗോപിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ കൊച്ചുവേലായുധൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, എൻ്റെ പേപ്പർ വാങ്ങിയാൽ മതിയായിരുന്നു, ഇത് കിട്ടണമെന്ന് പോലും ഇല്ലായിരുന്നു. അത് അദ്ദേഹത്തിന് ഉള്ളിലുണ്ടാക്കിയുള്ള വിഷമത്തിൻ്റെ വലുപ്പമല്ലേ കാണുന്നത്. അതായത് നിങ്ങൾ ആളുകളുടെ മുന്നിൽ നിന്ന് എൻ്റെ പേപ്പർ വാങ്ങാതെ എന്നെ അപമാനിച്ച എന്തിനാണ് എന്നാണ് അദ്ദേഹം സുരേഷ് ഗോപിയെ പോലൊരു മഹാനായ ആളോട് ചോദിക്കുന്നത്. അപ്പോൾ സുരേഷ് ഗോപി ഒന്നുകിൽ ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയക്കാർ 3 രാഷ്ട്രീയ പാർട്ടിയോട് ആഭിമുഖ്യം കാണിച്ച ആളാണല്ലോ സുരേഷ് ഗോപി. നാട്ടു നടപ്പ് എന്താണെന്ന് മനസ്സിലാക്കുക. ഞാൻ അതേക്കാൾ വലിയ സൂപ്പർ താരമല്ല, ഞാൻ ഇവരെയൊക്കെ പോലെ തന്നെ മനുഷ്യരെ പരിഗണിച്ചാണ് പോകേണ്ടതെന്ന് ഒന്നും മനസ്സിലാക്കുക.